Hey guys, welcome back to Parazone. ഇത് കാവ്യ, ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഇന്ന് ചേച്ചി രാവിലെ അഞ്ച് മണിക്കാണ് രാവിലെ 5 മണിക്ക് വന്നു. പിന്നെ നമുക്ക് ഉറങ്ങി 5 മണിക്ക് വന്നു 11 മണി വരെ നമ്മൾ കിടന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ ചേച്ചിയാണ് എന്നെ വിളിച്ച് എണീപ്പിച്ചത്. പക്ഷെ ചേച്ചി 9 മണിക്ക് എന്നിട്ട് 10 മണി വരെ വീണ്ടും ഉറങ്ങി. ഓക്കെ, അപ്പോൾ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തൊരു സാധനമാണ്. സോ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടാവും. So let's go to the video. അല്ല, നമ്മൾ ഓൾറെഡി കഴിച്ച കാര്യം പറഞ്ഞില്ല. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി തന്നല്ലോ. അത് ചേച്ചി ഒരു വട്ടം ഓൾറെഡി ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറി എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി യമ്മി, ടു യമ്മി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു വീണ്ടും ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്നത്തെ ദിവസമാക്കി. അങ്ങനെയാണ് നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറി വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറിയാണ്. ചേച്ചി ഇവിടെ കുക്ക് ആൻഡ് ഐ ആം ദ ഹെൽപ്പർ. ചേച്ചി നമ്മുടെ വീട്ടിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു 3 ഗ്ലാസ് ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇത് നമ്മളൊരു 20 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തില് ഇത് നമ്മൾ നല്ല കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഫ്രൈഡ് റൈസ് ആണ്. മീൻസ് റൈസ് ആണ്, ബസ്മതി റൈസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് നമ്മളത് വേവിക്കണം. ഇതിലേക്ക് നോക്കില്ലേ, ഇത് നമ്മള് വെള്ളത്തിലിടാൻ പോവാണ്. അല്ല, വെള്ളത്തിൽ ഇപ്പോഴേ ഇടണ്ട, നമ്മൾ ഓൾറെഡി ക്യാമറ അങ്ങോട്ട് ചലിക്കണമെങ്കിൽ വേണ്ട. നമ്മൾ ഒരു പാത്രത്തില് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ തിളച്ച് വരുമ്പോ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആൻഡ് ഉപ്പിടണ്ട, ഇത് ഉപ്പിടും. അങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗ്യാസ് അല്ല, ഗ്യാസ് ഓണാക്കി തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഇടേണ്ടത്. ഹൈ ഫ്ലെയിം ആണോ? വെള്ളം തിളക്കട്ടെ. സവാളയും പച്ചമുളകും നമ്മളിവിടെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഫോർ ചിക്കൻ കറി. നമ്മൾ 2 ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നമ്മളിവിടെ കഴുകാനിട്ടിട്ടുണ്ട്. അതെ, കഴുകാല്ലേ? അതെ. വെള്ളം തിളച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ഈ ബസ്മതി റൈസും ഇടുക ആൻഡ് ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഒരു ഭയങ്കരമായിട്ട് വെന്ത് പോകരുത് ബസ്മതി റൈസ്. അതെങ്ങനെ അറിയാൻ പറ്റും? നമ്മള് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എന്നിട്ട് കാരണം ഒരു 80% ഇത് വേവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകും. അങ്ങനെ ആവാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചൈനീസ് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ റൈസ് ഇത് നമ്മൾ ചൂടോടെ അല്ല ഇടുന്നത്. ഇതിന് ചൂട് കുറച്ച് പോകണം. അപ്പൊ നമ്മൾ റൈസ് റെഡി ഫാസ്റ്റ് കുക്കിംഗ് കറക്റ്റ്. ഫാസ്റ്റ് കുക്കിംഗ് ആണ്. നമ്മുടെ സ്പീഡിൽ ഇങ്ങനെ ഫുൾ തീയിട്ടിട്ട് ഇങ്ങനെ എല്ലാം പടപട. ഞാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പുതിയ മൈക്കാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തി ഇവിടെ വരാണ്. കുക്കിംഗ് ആണ്. അതെ, റൈസ് ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. റൈസ് ആക്കി റൈസ് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ചിക്കൻ കറി ഉണ്ടാക്കും. ചിക്കൻ കറി ഈസ് വെരി ഈസി, യു നോ. പ്രൊഫഷണൽ കുക്കാണ്. നമ്മുടെ തക്കാളി ഒരു 3 എണ്ണം നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ കറിക്കാണേ ലാസ്റ്റ് 3 പീസ് നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നാട്ടിൽ പോവാണ് ഗൈസ്, ഓണമാണ് ഗൈസ്. ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ഗൈസ്. ചേച്ചിയുടെ ഫസ്റ്റ് ഓണം ഇൻ സൗദി അറേബ്യ. പിന്നെ ഞാൻ രാവിലെ പുഴുങ്ങിയ മുട്ടയാണ് ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു മുട്ട? നല്ലോണം ഇളകി വന്നല്ലോ. പക്ഷെ ഫസ്റ്റ് കുറെ എണ്ണ ഇളകിയില്ല. അപ്പൊ കഴിച്ചോ? ഇവിടെ ഇരുന്ന് എന്തി ഇരിക്കുന്നു. ഇത് ഇളകിയില്ല, ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ മുട്ടയാണ്. പക്ഷെ ഇത് ഇളകുന്നില്ല ഒരു കാരണവശാലും. ഈ മുട്ടയ്ക്കകത്ത് തോൽ ഇളകുന്നില്ല. പക്ഷെ ഇതെല്ലാം നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് ഗൈസ്. ചൂടാണ് അവിടെ വെച്ച് പക്ഷെ പൊട്ടിയില്ലല്ലോ. ഉപ്പിടും. ഓക്കെ, ഞാൻ ഉപ്പിട്ടില്ല. ചൂടുവെള്ളം മാറ്റി തണുത്ത വെള്ളത്തിനകത്ത് കുറെ നേരം ഒഴിച്ചു വെച്ചു. പക്ഷെ ഞാൻ ഇളകി നൈസായിട്ട് ഇളകി വന്നു. ഇതെല്ലാം ഇളകി വരും, കാരണം ഞാൻ കുറച്ച് അധികം നേരം ഇട്ടു. മറ്റത് ഇട്ടില്ല, അത് ഇട്ടു. പക്ഷെ എന്തോ സംഭവിച്ചില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട്, ഇത് ലോ ഫ്ലെയിമിലിട്ട് എന്തോ. ബ്ലസ് യു. എന്ത് സംഭവം? താങ്ക് യു പറ. താങ്ക് യു. നമ്മള് തുമ്മുമ്പം 1 സെക്കൻഡ് നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ആവും. അപ്പൊ അത് നമ്മളെപ്പോഴും തുമ്മുമ്പോ എല്ലാരും ബ്ലസ് യു പറയും. കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛന്റെ ചോറ് കഴിക്കുന്ന പാത്രമാണ് ഇതുപോലെ ഒരു സാധനം ഇവിടെ. സോ നമ്മളുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അരി ഇടാൻ പോവാണ്. ബസ്മതി റൈസ് ഇങ്ങനെ കൈ കൊള്ളാതെ ഇടുക. അതെ, ഫുൾ റൈസ് നമ്മൾ ഇട്ടിട്ടുണ്ട്.
അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ ഉപ്പിട്ടാൽ മതി. ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇടാണ്. ഒരു 1.5 ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരി ഊറ്റി ഇതിലേക്ക് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ഇട്ട് വെക്കണം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ് ആക്കുന്നത്. ചേച്ചി മുട്ടയുടെ മഞ്ഞക്കരു ഫാനാണ്, ഞാൻ മുട്ടയുടെ വെള്ളക്കരു ഫാനാണ്. ഐ ലൈക്ക് മഞ്ഞ. അപ്പൊ ഞാൻ മഞ്ഞ എവിടെ കൊടുക്കും, അപ്പൊ ഞാൻ മറ്റേ ഫാറ്റ് തിന്നണം. അവള് പ്രോട്ടീൻ ഫാറ്റില്ല. ഇത് ഹാഫ് വേവ് ആയി. ഇപ്പൊ റൈസ് കുറച്ചുകൂടെ വേണം. നമ്മളിങ്ങനെ കഴിച്ചു നോക്കിയാൽ എങ്ങനെ അറിയൂ. ഇത് നമ്മുടെ ചിക്കൻ കഴുകി വെക്കാണ്. ഇനി നമുക്ക് തക്കാളി അരിയണം. തക്കാളി ഞാൻ അറിയാം. തക്കാളി ഞാൻ അറിയാം. ഇതെല്ലാം തക്കാളി വേണം. അതെ, പിച്ചാത്തി അടച്ചു. കുഞ്ഞു പിച്ചാത്തി. കുഞ്ഞു പിച്ചാത്തി എനിക്ക് വലിയ പിച്ചാത്തി ഇഷ്ടം. എന്റെ വിചാരം വലിയ വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്നായിട്ട് കഴിയും. കുഞ്ഞാകുമ്പോ ചെറുതായിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ ചേച്ചി. ഒരു 5 മിനിറ്റ്സിലാവും. ചോറ് നമ്മുടെ 5 മിനിറ്റ്സിലാവും എന്നാ പറയുന്നത് റിപ്പോർട്ടർ കാവ്യോടൊപ്പം. ഇതിന്റെ നടുക്കത്തെ സാധനം കളയണോ? ഞാൻ എല്ലാം ഇടാറുണ്ട്. എങ്ങനെ അരിയണ്ടേ? കുഞ്ഞു ചെറുതായിട്ട്. ഷേപ്പ് ഒന്നും പ്രശ്നമില്ല. നീളത്തിലല്ല. ഞാനിത് എടുക്കാൻ പോവാണ്. ഞാനും ആദ്യമായിട്ടാട്ടോ. ആണോ? എനിക്ക് മറ്റേ തുണി തന്നാ ഞാൻ ചെയ്യാം. ഇതെന്താ? ഇത് അതെനിക്ക് ചിലപ്പോ പിടിച്ചില്ലല്ലോ, കയ്യില് നിന്നില്ലല്ലോ സാധനം. എടുക്കാൻ പറ്റും. ഇതെന്താ ചെയ്യണ്ടേ? ഇതെടുത്ത് അതിനകത്ത് ഒഴിക്കണം. അതിനകത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഞാൻ ക്യാമറ എടുക്കട്ടെ? എടുത്തോ. നമ്മുടെ റൈസ് തിളച്ചു കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്യണ്ടേ? ആദ്യം ഓക്കെ. ഓക്കെ, ഇതെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഫുൾ തട്ടിക്കോ. ആദ്യമായിട്ടല്ല കേട്ടോ. ആണോ? ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഐ ആം എക്സ്പീരിയൻസ്. ഓ നോ. യെസ്, കഴിഞ്ഞു. റൈസ് അങ്ങോട്ട് പാത്രത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് വിടർത്തിയിടണം. കാരണം ഇത് നന്നായിട്ട് തണുക്കണം. ചൂടാവല്ലേ? ഇത് ചൂട് പോകുമ്പോ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാല് ഫ്രിഡ്ജിൽ വെച്ചാല് നമുക്ക് പിന്നെ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് വീണ്ടും കഴിക്കാം. ആഡ് ചെയ്താൽ മതി. നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല ബീൻസ് അത് നമുക്ക് അരിവ് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ അത് സ്പീഡ് ചെയ്യാൻ പറ്റും. മറ്റേ ഒരു മല ഇതുണ്ടോ? ഇത് മനസ്സിലായി. നമ്മള് ബീൻസ് കഴിഞ്ഞു. ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ബീൻസ് ഞാൻ അറിയാൻ പോകും. ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. തീ കത്തിച്ചു. ചിക്കൻ കറിക്കുള്ള തീ കത്തിച്ചു. ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഗൈസ്. വെളിച്ചെണ്ണ. നമ്മള് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചു. കടുവിടാം. ചിക്കൻ കറി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. തേങ്ങ വറുത്തരച്ചുണ്ടാക്കാം. നോർമൽ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ബിക്കോസ് വി ആർ നോർമൽ. നമ്മുടെ വെള്ളത്തിന് നല്ല ചൂടാ, നല്ല തിളപ്പ് ചൂടാ. നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ സവാള, പച്ചമുളക് നമ്മളിട്ടു. എനിക്ക് ഈ പാത്രം പിടിക്കാൻ എന്തെങ്കിലും സാധനം വേണം. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ നമുക്ക് ഇത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. മിക്സ് മിക്സ് മിക്സ്. എങ്കിൽ ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിടാം. ഉപ്പ് നമ്മൾ ചിക്കൻ പിന്നിടും. ഇതെനിക്കൊന്ന് ഈ വഴറ്റുന്നത് വേഗം ആവാൻ വേണ്ടിട്ട് അങ്ങോട്ടാണ് ഉപ്പിടുന്നത്. കളർ മാറും അല്ലേ ഗൈസ്? അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ഇട്ടു. ആൻഡ് നമ്മൾ തക്കാളി ഇടാൻ പോകണം. ഞാൻ അരിഞ്ഞ തക്കാളിയാണ്. പെർഫെക്റ്റ്. സത്യം നല്ല ഒരു ഷേപ്പിലൊക്കെ. നമ്മുടെ ബീൻസ്. ഇത് ബീൻസ് ഫ്രൈഡ് റൈസിനാ. ചിക്കൻ കറി ആണല്ലോ ബീൻസ് ഇടൂ. ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. അതെ, കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ആണ്. ഓക്കെ, ഉപ്പ് ചിക്കൻ ഇട്ടിട്ട് ഉപ്പിടാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഓൾറെഡി നമ്മളിവിടെ എല്ലാം കഴുകി സെറ്റ് ആക്കി വെച്ചേക്കാണ്. വേസ്റ്റ് ആക്കി വെച്ചേക്കും.
കഴുകെല്ലാം നമ്മൾ സെറ്റാക്കി ചേച്ചിയാണ് ചിക്കനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ചിക്കനൊക്കെ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യാൻ ചിക്കൻ ഇത് മസാല എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈസി ആക്സസ്. പിന്നെ ഞാൻ അതുപോലെ ഫുൾ സാധനങ്ങൾ പാത്രം എല്ലാം കഴുകി വെച്ചു. സോ ദാറ്റ് പിന്നീട് നമുക്കൊരു ഉപകരണമുണ്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അല്ലേ? എനിക്ക് നനവില്ലാത്തൊരു സ്പൂൺ വേണം. സ്പൂൺ ഇതിനകത്തുണ്ടല്ലേ? നനവ് തൊടാതെ തൊട്ടാ മതി. ഓ മൈ ഗോഡ്, ഇതിന്റെ അളവുകളൊക്കെയാണ്. 2 ചിക്കൻ ആണുള്ളത്, അതുകൊണ്ട് ഇതില്ലാത്ത വലിയ എരിവില്ലാത്ത. ആദ്യം മറ്റേതങ്ങിട്ട് ഇട്ട് തീർക്ക്. മറ്റേ മുളക് പൊടി എന്ത് ചെയ്യും? ഇത് കരിഞ്ഞു പോവും, ഇത് സ്പീഡ് ചെയ്യണം. അതങ്ങിട്ട് ആദ്യം അതിനകത്തുണ്ട് ഓൾറെഡി. ഇത് മൊത്തം മൊത്തം ഇടാം അല്ലേ? ഇതേ ഉള്ളൂ. അത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നോക്കാം. ഇളകിയോ? മല്ലിപ്പൊടിയിൽ കുഞ്ഞു സ്പൂണാണല്ലോ. മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു. അതിനകത്ത് തന്നെ സ്പൂൺ ഇടും. ഇടാവേ, ലാസ്റ്റ് ഇടാവേ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. കുറച്ച് മഞ്ഞപ്പൊടി. ചൈനീസ് ആണോ ഉണ്ടാക്കുന്നത്? അല്ലല്ല, ഇത് നോർമൽ ഗരം മസാല. നല്ല ഗരം മസാല അല്ലേ? നല്ല മണത്ത് നോക്കിയാണ് പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ മസാല. മസാല കൂട്ട്. അതെ, ചിക്കന്റെ മസാലയാണിത്. ഇതൊരു കറുത്ത കളർ വരുന്നത്. അത് ഗരം മസാല അല്ലേ? ഗരം മസാലക്ക് കുറച്ച് കറുപ്പ് കൂടുതലാണ്. ടീച്ചർ റേസിസ്റ്റ് ആവാണ്. പൊടികളുടെ റേസിസ്റ്റ് ആണ് ചേച്ചി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം. ഓ, ചിക്കൻ റെഡിയായോ? അത് പച്ചമണം മാറണ്ടേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കന്റെ സ്റ്റാർ ഓഫ് ദി ഡേ, ചിക്കന്റെ എന്താ പറയാ, എന്താന്ന് പറയുന്നത്, ചിക്കന്റെ റോളാണ്. ചിക്കന്റെ റോളാണോ? പ്ലേ റോൾ. വെള്ളം ഇതിനകത്ത് ചിക്കൻ പറക്കിയിടാൻ കൂട്ടി. ചിക്കൻ നമ്മൾ പറക്കിടാം. ഇത് 2 ചിക്കൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 2 കാലുണ്ടോ? 2 അല്ല, കുറെ കാലുള്ളത്. ഒരു കോഴിക്ക് എത്ര കാലുണ്ട്? 2 കാല്. 4 കാല് കാണൂലേ? ലെഗ് പീസ് ആണോ ഇഷ്ടം? എനിക്ക് ലെഗ് പീസ് ആണ് ഇഷ്ടം. ഞാൻ നോർമലി നോൺ സ്റ്റിക്കിലേ ഉണ്ടാക്കാറുള്ളൂ. സോ ഇത് അടിക്ക് പിടിക്കുമെന്നെങ്കിൽ നല്ല സംശയമുണ്ട്. എല്ലാം ചേച്ചി നോൺ സ്റ്റിക്കിലാണോ ഉണ്ടാക്കുന്നത്? ഇത് അടിക്ക് പിടിക്കത്തില്ല. അച്ഛൻ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. അത് ഉണ്ടാക്കുന്ന ആൾക്കാരെ വെച്ചിരിക്കും. ഓഫ് കോഴ്സ്, അത് ശരിയാണ്. അല്ല, എന്റെ അമ്മയൊക്കെ അല്ലാതെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോഴത്തേനും നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. സ്പൂൺ വേണം? കയ്യിലിട്ടിട്ട് ഇല്ല, കൈക്കണക്കൊന്നും എനിക്കറിയില്ല. കൈക്കണക്ക് അറിയത്തില്ല ചേച്ചി. സ്പൂൺ കണക്കാണല്ല, സോ കൈക്കണക്ക് അറിയത്തില്ല ചേച്ചി. ഉപ്പ് പിടിപ്പേ പെട്ടുണ്ടോ? അത് നമുക്ക് കുറച്ചിടാം. ആദ്യം കുറച്ചിട്ടാ മതി. അത് നമ്മൾ കുറച്ചിടാം, എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഇതോ അത് ചൂടല്ലേ? ഒഴിക്കട്ടെ? ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നതാണ് പറ്റി. ഇത് കഴുകാനോ അല്ലേ? കഴുകാം. കൊറേ ഒഴിക്കല്ലേ? മതിയല്ലോ. അതെയോ? ചാറ് കുറച്ച് കൂടുതൽ വേണം. എന്നാ വെച്ചോ. ചാറുള്ള ഇതാണ് ഇഷ്ടമെങ്കിൽ ഒക്കെ ഒഴിക്കും. ഇളക്കുമ്പോൾ നമ്മൾ ഇത് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ്സ് നമ്മൾ ഇത് ഇതാക്കണം. വേവണം. ഇത് തിളക്കട്ടെ. കുറച്ച് കുളുമുകുമുള് വരുന്നുണ്ട്. അതെ, അപ്പൊ നമ്മൾ അടയ്ക്കണം. അടച്ചു വെച്ചു. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ചേച്ചിയുടെ വീട്ടില് ചേച്ചി കുറച്ച് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ച, ഓൾറെഡി അരിഞ്ഞു വെച്ച ക്യാരറ്റും പിന്നെ കറിവേപ്പിലയും ചേച്ചി തന്നെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ചില്ലി സോസ് അവിടെ നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇടാല്ലേ? കുറച്ചും കൂടി. അപ്പൊ ഇനി നമ്മൾ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? ടോട്ടൽ 20 മിനിറ്റ്സ് ആണ്. 20 മിനിറ്റ്സ് ആകുമ്പോൾ ചിക്കൻ വേവും. നമ്മൾ സൈഡിലൂടെ നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ പരിപാടികൾ തുടങ്ങാൻ പോവാം. നമ്മൾ എഗ് സ്ക്രാമ്പിൾ ചെയ്യാൻ പോവാ. നമ്മൾ ബട്ടർ ഇട്ടിട്ടാണ് നമ്മൾ സ്ക്രാമ്പിൾ വെള്ളം ചെയ്യുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്, അത് വെള്ളം മാറിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി കൂടി ഇടണോ? എനിക്ക് പെട്ടെന്ന് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഇല്ല, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ അരിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടല്ലോ. ഫോർക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മതിയോ? ഇതിനകത്ത് നമ്മൾ കുരുമുളകും ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് ഇതിങ്ങനെ ചുമടിക്കുക. ഇത് അത് ചൂടാകുമ്പോ ഇതിനകത്ത് നമ്മള് ബട്ടർ ഓർ എണ്ണ ഇടാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന്. ബട്ടർ ഇട്ടിട്ട് നമുക്ക് കൊണ്ടിട്ട് എങ്ങനെയും തീർക്കണം. സോ നമ്മൾ ബട്ടർ ഇടാവുക. നമ്മൾ ബട്ടർ തീരുമാനിച്ചു. നമ്മൾ അതിനിടയ്ക്ക് റിഫ്രഷ് ചെയ്യുന്ന ലെമൺ മിഞ്ച്.
കുറെ വട്ടോ. ഇഷ്ടമാണോ ലെമൺ? യെസ്. നമ്മുടെ എഗ് ഇപ്പോ സ്ക്രാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് കുറച്ച് ഹാഫ് കുക്ക്ഡ് ആയി. ചേച്ചി ഇത് ഫുൾ കുക്ക്ഡ് ആവണോ? എങ്ങനെയാ? മൊത്തത്തിൽ ഫുൾ കുഞ്ഞു കുഞ്ഞാണോ? ഭയങ്കര കുഞ്ഞാണ്. നമ്മുടെ എഗ് സ്ക്രാമ്പിൾ ഞാൻ റെഡിയാക്കി. നമ്മൾ ചിക്കൻ കറിയിലേക്ക് കുറച്ച് കുരുമുളക് ഇടാൻ പോവാണ്. കുരുമുളക് നമ്മൾ ഓർഡർ ഇട്ടില്ലേ? വേണമില്ല, കുരുമുളക് ഇട്ടില്ല. ഓക്കെ, നമ്മുടെ കുരുമുളക് കുരുമുളകല്ലേ? കുരുമുളക്. ഓ, ഗരം മസാല ആയിരുന്നല്ലേ? കുരുമുളക് ഇട്ടു. ആൻഡ് ടൈം എന്തായി? ഏകദേശം 2:26. ഏകദേശം ചിക്കൻ വെന്ത് കാണും. കുറച്ചുകൂടെ വേവട്ടല്ലേ? നല്ലോണം വേവട്ടെ. ഇനി ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ നോക്കിയാൽ സെറ്റ് ആയിരിക്കും. ഉപ്പെല്ലാം കറക്റ്റ് സെറ്റ് അല്ലേ? നമ്മുടെ ചോറിനുള്ള സവാള ആൻഡ് ബീൻസ് ചോറൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആയി. ഇത് ഓഫ് ആക്കാം. ഗൈസ്, നമ്മൾ കുക്കിംഗ് ക്രീം എടുക്കുവാണേ. നമ്മൾ ചിക്കൻ കറി അൽമറയുടെ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല് ഉപയോഗിക്കാം കേട്ടോ. പാറു ലൈക്ക് കുക്കിംഗ് ക്രീം, അതുകൊണ്ട് നമുക്ക് കുക്കിംഗ് ക്രീം ഇടാണ്. ഒഴിച്ചോളൂ. ഇത് തേങ്ങാപ്പാലിന് അതേ ടെക്സ്ചർ അല്ലേ? അപ്പൊ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ഒരുപാട് ഇതാവരുത്, തിളക്കരുത്. അങ്ങനൊന്നുമില്ല. അയ്യോടെ കളർ മാറി. ഈ കളറാണോ ഇഷ്ടം? ഈ കളർ ആവും. ചിക്കൻ നമ്മുടെ കഴിഞ്ഞു. ചിക്കൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യും. കത്തിക്കോ. നല്ല തീ ഉണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് കടക്കാൻ പോവുകയാണ് ഗായ്സ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് ഒരു ചൈനീസ് ഡിഷാണ്, നമ്മൾ മുന്നേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് ചെയ്യണം. ഫുൾ തീ. ഇത് കുറച്ച് നല്ല തീ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കാൻ ഒരു സാധനം. ഓക്കെ, നമ്മൾ ഇത് സൺഫ്ലവർ ഓയിൽ ആണ്. ഇതിൽ വെളിച്ചെണ്ണ ഒരു ഒഴിക്കരുത്, കാരണം ടേസ്റ്റ് മാറിപ്പോകും. ഇറ്റ്സ് ചൈനീസ് ഡിഷ്, കേരള ഡിഷ് അല്ല. നമ്മൾ നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിക്കാണ്. അതെ. സവാള നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. കുനുകുനാന്ന് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ഇടാം. കുനുകുനാന്ന് അരിഞ്ഞു ബീൻസ് ഇടാം. ബീൻസ് സ്പെഷ്യൽ ആണ് പ്രാവശ്യം. അതെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇടാം. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഫ്രൈഡ് റൈസിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് അത് ഇതിൽ ചേരുന്ന കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. മറ്റേ ബ്രോക്കോളി ഒക്കെ ഇടാം. ഓനിയന്റെ മറ്റേ സ്പ്രിങ്സ് ആണോ? ഗ്രീൻ എന്തോ ഗ്രീൻ ഉണ്ടോ ഉണ്ടല്ലോ. ഫ്രൈഡ് റൈസ് ഒക്കെ ഇടുന്നത് റൗണ്ട് ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ വലിയ ഒരു മീഡിയം സൈസ് ഉണ്ട് ഗ്രീൻ കളർ. മറ്റേ ഇതോ ഗ്രീൻ പീസ് പോലത്തെ. ഗ്രീൻ പീസ് അതന്നെ. ദെൻ നമ്മൾ ബീൻസ്, ക്യാരറ്റ് ഇട്ടോ. വെജിറ്റബിൾസിന് വേണ്ടുന്ന ഉപ്പ്, ബിക്കോസ് നമ്മൾ അരിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് അധികമാവരുത്. വെജിറ്റബിളിന് വേണ്ടുന്ന മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. നമ്മള് റെസ്റ്റോറന്റിലൊക്കെ കാണത്തില്ല ഇങ്ങനെ വേഗം കുക്ക് ചെയ്ത് ഇളക്കി നമ്മൾ ഇത് നൈസായിട്ട് നമുക്ക് ഇടയ്ക്ക് ക്യാരറ്റ് എടുത്ത് ഒഴിച്ചു പോകാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അതെ, അപ്പൊ നമ്മളിനി വെജിറ്റബിൾസ് അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട്. നമ്മള് എഗ് സ്ക്രാമ്പിൾ ചെയ്ത് എഗ് ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഇനി സോസ് ഇട്ടോളൂ. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാണ്. അടയുന്നില്ല. മതിയോ? അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ചേച്ചി അന്ന് ആഡ് ചെയ്ത പോലെ മതി കേട്ടോ. കുറച്ചുകൂടെ മതി. ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റൈസ് ആഡ് ചെയ്യാം. റൈസ് വിതറി ഇടൂ. ഈ റൈസ് ഇടുമ്പോൾ പീസ പോലെ ആയിട്ടുണ്ട്. അങ്ങനെയല്ല, ശുദ്ധമായ കൈയാണ്. കട്ടായിട്ടല്ല, അല്ല ഓരോ അരിമണി നമുക്ക് ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന രീതി. നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുമ്പോൾ അങ്ങനെയല്ലേ? അങ്ങനെ ഇടണേ. ആൻഡ് ഇത് നമ്മള് ഇളക്കുമ്പോഴും കുഴച്ചു മറിക്കാൻ പാടില്ല. ജസ്റ്റ് എല്ലാ ഈ വൈറ്റ് കളർ സെറ്റ് ആണോ? ഓണം മൂടല്ലേ? ഓണം മൂട്. ചോറ് ഓൾമോസ്റ്റ് അല്ല 90% റെഡി ആയി. നമ്മള് തീ ഓഫാക്കി ഇത് മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം. എല്ലാ റൈസിനും ഒരേ കളർ വരും വരെ നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യും.
beauty. Let's look at the beauty of the rice that we made. So that's it. നമ്മളുടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. അതാണ് നമ്മുടെ close. Okay guys, അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഇനി. യെസ്, അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുറച്ച് ചിക്കനും കൂടി ഇടാം. കൊള്ളാം. രക്ഷയില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊള്ളാതെ പറഞ്ഞു പോയിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് റൈസ് മാത്രമായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ചിക്കൻ കറി വേറെ ലെവലായി. കൊള്ളാട്ടോ. കുക്കിംഗ് ക്രീം കുക്കിംഗ് ക്രീം ഇട്ടപ്പോഴത്തേനും ടേസ്റ്റ് മാറി. നല്ല ബാലൻസ് ആയി. സെറ്റാണ്. യമ്മിയായി. ഇനി നമ്മൾ കുറച്ച് ടർക്കിഷ് കേർഡ് ഇതിന്റെ കൂടെ അങ്ങോട്ട് ഇടുകയാണ്. നമുക്ക് ഫുൾ എടുക്കാൻ. അപ്പൊ പിന്നെ ഇങ്ങനെ നമ്മൾ അങ്ങ് എടുക്കാം. ചേച്ചി ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യൂ. അത് പറയൂ. അവിടെ ഞാൻ കേർഡിന്റെ ഫാൻ അല്ല, ബട്ട് പക്ഷെ ഇത് നമ്മുടെ നോർമൽ കേർഡ് അല്ല, ഇത് ടർക്കിഷ് ആണ്. കഴിക്കും. കൊള്ളാം. കാരണം നോർമൽ കേർഡിന്റെ ടേസ്റ്റ് അല്ല, കുറച്ച് ഡിഫറെന്റ്, കുറച്ച് തിക്നെസ് കൂടുതലാണ്. അപ്പൊ ഈ കേർഡ് കുറച്ച് തിക്കാണ്. നമ്മുടെ നോർമൽ കേർഡ് അല്ല. നല്ല സാലഡ്സിനൊക്കെ പറ്റിയ കേർഡ്. ഇത് ഇടുമ്പോ ഒന്നും കൂടി ടേസ്റ്റ്. നമ്മളിങ്ങനെ കഴിച്ചോണ്ടേ കൊള്ളാം ഗൈസ്, കൊള്ളാം. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. കഴിച്ചു. വയറെല്ലാം ഫുൾ. റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നൈസ് ആയിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബാക്കി ഫ്രിഡ്ജില് ഇനിയും കഴിക്കാൻ പിന്നെയും രണ്ടാമതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൈസ് നമുക്ക് കുറെ ഉണ്ടായിരുന്നു. ഈ റൈസ് നമുക്ക് അതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് പിന്നെ കഴിക്കാട്ടോ. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കൂ അല്ലേ? ഫ്രൈഡ് റൈസും ചിക്കൻ കറി എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഫ്രൈഡ് റൈസ് ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ചൈനീസ് ഫാസ്റ്റ് കുക്കിംഗ് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. കമന്റ്. യെസ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.